സാറെന്താ വിളിച്ചത്? മുതലാളിയുടെ ക്യാബിൻ തുറന്ന് അകത്തേക്ക് കയറിയ ജിനി ചോദിച്ചു. താൻ കയറി വാടോ, പറയാം. മുന്നിൽ നിൽക്കുന്നവരുടെ ഉടലഴകിൽ കണ്ണുകൾ കൊണ്ട് ഒഴിഞ്ഞു സ്റ്റീഫൻ. വയറിൽ നിന്നും അല്പം മാറിക്കിടന്ന സാരിക്കുള്ളിലൂടെ കാണപ്പെട്ട അവളുടെ വെളുത്തുമിലഞ്ഞ വയറിലേക്കാണ് അയാളുടെ നോട്ടം തറച്ചത്. അയാളുടെ നോട്ടത്തിൽ ചൂളിപ്പോയ ജിനി പെട്ടെന്ന് തന്നെ സാരി നേരെയാക്കി. സർ, വിളിച്ച കാര്യം പറഞ്ഞില്ല. ജിനി വിഷയത്തിലേക്ക് വന്നു. താനിവിടെ ജോലിക്ക് വന്നിട്ട് 6 മാസം ആകുന്നേ ഉള്ളൂ. പക്ഷേ ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ തൻ്റെ പെർഫോമൻസ് എനിക്ക് നന്നായി ഇഷ്ടമായി. അതുകൊണ്ട് തനിക്കൊരു പ്രൊമോഷൻ തന്നാലോ എന്ന് ആലോചനയുണ്ട്. ചെയറിൽ നിന്നും എഴുന്നേറ്റ് അവൾക്ക് ചുറ്റും നടന്നുകൊണ്ട് സ്റ്റീഫൻ പറഞ്ഞു. താങ്ക് യു സർ. മുഖത്ത് ചിരി വരുത്തി അവൾ നിന്നു. ജിനിയെ ഞാൻ എൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ എൻ്റെ കൂടെ ബിസിനസ് ടൂറിനൊക്കെ വരേണ്ടി വരും. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ താൻ വഴങ്ങി തന്നാൽ കൈ നിറയെ കാശും കിട്ടും. ജിനിയുടെ വീട്ടിലെ കഷ്ടപ്പാടും മാറും. അവളെ പെട്ടെന്ന് തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു സ്റ്റീഫൻ. എന്നെ വിട് സർ, എനിക്ക് സാറിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആവണ്ട. ജിനി കുതിറിപ്പിടഞ്ഞു. ഐ നീഡ് യു ജിനി. നിന്റെ സൗന്ദര്യം എന്നെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ ഒരു പെണ്ണിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. ആഗ്രഹിച്ചതൊക്കെ സ്വന്തമാക്കിയിട്ടേ ഉള്ളൂ. സമ്മതത്തിന് കാത്തു നിന്നിട്ടില്ല. അവളെ വാരിപ്പുണർന്നുകൊണ്ട് സ്റ്റീഫൻ ജിന്നിയുടെ ചുണ്ടുകൾ കവർന്നു. ദേഹത്ത് തൊട്ടുള്ള പരിപാടിയൊന്നും വേണ്ട സർ. ഞാൻ സാർ ഉദ്ദേശിക്കുന്ന പോലൊരു പെണ്ണല്ല. വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ടാ സാർ ഒരു വുമണൈസർ ആണെന്ന് അറിഞ്ഞിട്ടും ഞാനിവിടെ ജോലിക്ക് വന്നത്. എൻ്റെ അവസ്ഥ മുതലെടുക്കരുത് പ്ലീസ്. സ്റ്റീഫനെ തള്ളിമാറ്റി ജിനി പുറത്തേക്ക് പാഞ്ഞു. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടുപടി. ആഗ്രഹിച്ചതൊന്നും സ്വന്തമാക്കാതിരുന്നിട്ടില്ല ഈ സ്റ്റീഫൻ. നിന്നോടെന്തോ ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് നിന്നെ കീഴ്പ്പെടുത്താൻ ഞാൻ നിന്റെ സമ്മതം ചോദിച്ചത്. ബലം പ്രയോഗിക്കാനായിരുന്നെങ്കിൽ എനിക്കിത് നേരത്തെ ആകാമായിരുന്നു. നീ എൻ്റെ അടുത്ത് തന്നെ വരുവടി. കുതിച്ചു കിട്ടുന്നതിലും ഒരു സുഖമുണ്ടല്ലോ. സ്റ്റീഫൻ സ്വയം പറഞ്ഞു. എറണാകുളത്തെ ഒരു പ്രമുഖ ബിസിനസ്മാനാണ് സ്റ്റീഫൻ. അച്ഛനും അമ്മയും ആരുമില്ല അയാൾക്ക്. ഭാര്യയും ഒരു മോനുമുണ്ട്. അച്ഛനും അമ്മയും മരിച്ചുപോയ സ്റ്റീഫനെ വളർത്തിയതും പഠിപ്പിച്ചതുമൊക്കെ ബോംബെയുള്ള അവൻ്റെ മാമനായിരുന്നു. വേശ്യാലയങ്ങളിൽ സ്ത്രീകളെയും പെൺകുട്ടികളെയും എത്തിക്കുന്നൊരു ഏജൻ്റായിരുന്നു സ്റ്റീഫൻ്റെ മാമൻ. അത് കണ്ട് വളർന്ന സ്റ്റീഫനും ആ പാതയിൽ എത്തിച്ചേർന്നു. 22-ാം വയസ്സിലാണ് അവൻ ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. പെട്ടെന്ന് പണക്കാരനാകാനുള്ള എളുപ്പവഴി പെൺപിള്ളേരെ തട്ടിക്കൊണ്ടുപോയി വിൽക്കുന്നതാണെന്ന് അവന് തോന്നിയിട്ടാണ് ഇതിലേക്ക് എത്തിയത്. സ്റ്റീഫൻ്റെ ചെറുപ്പകാലത്ത് ബാംഗ്ലൂരിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒക്കെ പാവപ്പെട്ട വീട്ടിലെ സുന്ദരികളായ പെൺകുട്ടികളെ പ്രേമം നടിച്ച് അവരുടെ വിശ്വാസം നേടിയെടുത്ത് വലയിലാക്കിയ ശേഷം അവരുമായി നാടുവിടും. കുറേ നാൾ കൊണ്ടു നടന്ന് മടുത്തു കഴിയുമ്പോൾ ബോംബെയിലെ ചുവന്ന തെരുവിലോ മറ്റോ കൂടിയ വിലയ്ക്ക് വിൽക്കും. അങ്ങനെ കുറേ പണം സമ്പാദിച്ചവൻ നാട്ടിലെത്തി ബിസിനസ് തുടങ്ങി. തുണിക്കടകളും ബ്യൂട്ടി പാർലറും ഇൻ്റർനെറ്റ് കഫേയൊക്കെ ആയിരുന്നു അവൻ്റെ സ്റ്റാർട്ടപ്സ്. ഇതിൻ്റെ മറവിൽ പല പെൺകുട്ടികളെയും സ്റ്റീഫൻ തൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ജിനി ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. രോഗിയായ അച്ഛൻ മാത്രമേ അവൾക്കുള്ളൂ. ഒരു ചേച്ചി ഉണ്ടായിരുന്നത് ആത്മഹത്യ ചെയ്തു. തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ, തൻ്റെ കണ്ണിന് ഇഷ്ടപ്പെടുന്നവരെ സ്റ്റീഫൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ജിനി മാത്രമാണ് അയാൾക്ക് പിടികൊടുക്കാത്തത്. സ്റ്റീഫൻ അവളെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ക്യാബിനിൽ ഇരിക്കുമ്പോഴാണ് സങ്കടത്തോടെ ജിനി അയാളുടെ അടുത്തേക്ക് വരുന്നത്. സർ, അച്ഛൻ ഒട്ടും വയ്യ. അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി കാശാകും. നാളെ തന്നെ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇത്ര സമയം കൊണ്ട് എനിക്ക് പൈസ ഒപ്പിക്കാൻ പറ്റിയില്ല. സർ, സഹായിക്കണം. ജിനി അയാൾക്ക് മുന്നിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. ജിനി കരയണ്ട, ഞാൻ സഹായിക്കാം. എത്ര രൂപയാകും ഓപ്പറേഷന്? അവളെ കയ്യിൽ കിട്ടാൻ കാത്തിരുന്ന സ്റ്റീഫന് അതൊരു നല്ല അവസരമായി തോന്നി. 4 ലക്ഷം ക്യാഷ് ഞാൻ തരാം. ഞാൻ തനിക്കൊരു ഹെൽപ്പ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടും നന്ദി വേണം. ഓപ്പണായി തന്നെ പറയാം, ഈ രാത്രി നിന്നെ എനിക്ക് വേണം. പകരം നിനക്ക് 4ന് പകരം 5 ലക്ഷം തരാം ഞാൻ. എന്തു പറയുന്നു ജിനി? സമ്മതം സാർ. എനിക്കിപ്പോൾ വലുത് എൻ്റെ അച്ഛൻ്റെ ജീവനാണ്. സ്റ്റീഫന് മുന്നിൽ തലകുമ്പിട്ടിരുന്നു കൊണ്ട് അവൾ പറഞ്ഞു. അവൾ ഇത്ര വേഗം സമ്മതിക്കുമെന്ന് അയാൾ വിചാരിച്ചില്ല. ആഹ്ലാദം കൊണ്ട് മതിമറന്ന സ്റ്റീഫൻ ജിനിക്കരികിൽ വന്ന് ചേർന്ന് നിന്നു. ഒരിക്കൽ ഈ സ്റ്റീഫനെ അറിഞ്ഞാൽ പിന്നെ നീ എൻ്റെ അടുത്തൊന്നും മാറില്ല. വൈകുന്നേരം ഹോട്ടൽ പാലസിൽ റൂം നമ്പർ 666 വെച്ച് കാണാം നമുക്ക്. അവളുടെ ചെവിയിൽ സ്വകാര്യം പോലെ പറഞ്ഞുകൊണ്ട് സ്റ്റീഫൻ്റെ കൈകൾ ജിനിയുടെ ശരീരത്തിലൂടെ ഇഴഞ്ഞു. സാരക്കിടയിലൂടെ അവൻ്റെ കൈകൾ അവളുടെ വയറിൽ അമർന്നു. ഷോക്കേറ്റ പോലെ ജിനി പിന്നോട്ട് നീങ്ങി. ഞാൻ വൈകുന്നേരം വരാം സാർ.
ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. കർച്ചീഫ് കൊണ്ട് കണ്ണൊപ്പി അവൾ അവിടുന്ന് പോയി. ആഗ്രഹിച്ചത് നേടിയെടുത്ത സന്തോഷത്തിൽ സ്റ്റീഫൻ ആവേശഭരിതനായി. വൈകുന്നേരം ഹോട്ടൽ പാലസിൽ റൂം നമ്പർ 666 സ്റ്റീഫൻ ജിനിയുടെ വരവും കാത്തിരുന്നു. പറഞ്ഞ സമയത്ത് കോളിംഗ് ബെൽ അടിച്ചതും അയാൾ പോയി വാതിൽ തുറന്നു. മാസ്ക് വെച്ച് മുഖം മറച്ച നിലയിൽ പുറത്തുനിന്ന ജിനി വാതിൽ തുറന്നതും അകത്തേക്ക് കയറി. ഇതെന്താ മാസ്ക് വെച്ചിട്ട്? അറിയുന്ന ആരും കാണണ്ട എന്ന് കരുതി സർ. അവളുടെ ശബ്ദം നേരത്തെ പോയി. ഇനി ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. സ്റ്റീഫൻ അവളുടെ മുഖത്തു നിന്നും മാസ്ക് മാറ്റി. ഞാൻ ചോദിച്ച കാശ് പെട്ടിയിലുണ്ട്, പോകുമ്പോൾ കൊണ്ടുപോയിക്കോ. സ്റ്റീഫൻ അവളെ അടിമുടി ഒഴിഞ്ഞു. കറുത്ത നൈലോൺ സാരി ആയിരുന്നു ജിനിയുടെ വേഷം. ആ ഡ്രസ്സിൽ അവൾ കൂടുതൽ സുന്ദരിയായി അവന് തോന്നി. നിന്നെ ഇങ്ങനെ കിട്ടാൻ ഞാൻ എത്ര കൊതിച്ചു എന്നറിയൂ ജിനി. ആക്രാന്തത്തോടെ ജിനിയെ പുണർന്ന് അവൻ കട്ടിലേക്ക് വീണു. ആവേശത്തോടെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ശരീരത്തിൽ അലഞ്ഞു. യൗവന തുടിപ്പാർന്ന ജിനിയുടെ ശരീരം സ്റ്റീഫനെ മത്തുപിടിപ്പിച്ചു. ഇങ്ങനെ ആക്രാന്തം കാണിക്കില്ലേ സർ, എനിക്ക് ശ്വാസം മുട്ടുന്നു. സ്റ്റീഫനെ തൻ്റെ മേത്തുനിന്ന് തള്ളിമാറ്റി അവൾ എഴുന്നേറ്റിരുന്നു. കാത്തിരുന്ന് കിട്ടിയതല്ലേ പൊന്നെ നിന്നെ. എനിക്ക് സാറിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സംസാരമൊക്കെ പിന്നെ, ആദ്യം നീ ഒന്ന് അടങ്ങിക്കിടക്ക്. അങ്ങനെ കിടക്കാനല്ല ഞാൻ വന്നത്, നിന്റെ ജീവനെടുക്കാൻ നായേ. നഖത്തിനിടയിൽ ഒളിപ്പിച്ചു വെച്ച ബ്ലേഡിൻ്റെ കഷ്ണം സ്റ്റീഫൻ്റെ കഴുത്തിലേക്ക് വീശി ജിനി മുരണ്ടു. അവൻ വേദന കൊണ്ട് അലറി. എന്താ സംഭവിക്കുന്നതെന്ന് അയാൾ മനസ്സിലാക്കുമ്പോഴേക്കും സ്റ്റീഫൻ്റെ കഴുത്ത് മുറിഞ്ഞ് ചോര ചീറ്റിത്തെറിച്ചു. അപ്പോഴേക്കും ഫ്ലവർ വൈസ് കൊണ്ട് ജിനി അവൻ്റെ തലയിൽ ആഞ്ഞടിച്ചു. എടി നിന്നെ! അലറിക്കൊണ്ട് സ്റ്റീഫൻ അവളെ പിടിക്കാൻ വന്നതും അവൾ അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി. സ്റ്റീഫൻ അറപ്പോടെ മുഖത്തെ തുപ്പൽ കൈകൊണ്ട് തുടയ്ക്കുമ്പോൾ ജിനി ബെഡ്ഷീറ്റ് കൊണ്ട് അയാളുടെ തല മൂടി കൈകൾ ചേർത്ത് കൂട്ടിക്കെട്ടി. സ്റ്റീഫൻ്റെ അഭ്യാസമൊന്നും അവളുടെ അടുത്ത് വില പോയില്ല. ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി സ്റ്റീഫ. എൻ്റെ ചേച്ചിയെ സ്നേഹം നടിച്ച് പാട്ടിലാക്കി വഞ്ചിച്ചവനാ നീ. നീ അവളെ പലർക്കും കാഴ്ചവെച്ച് വേശ്യാതെരുവിൽ വിറ്റു. അവിടുന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു വന്നവൾ സത്യങ്ങളെല്ലാം എന്നോടും അച്ഛനോടും തുറന്നു പറഞ്ഞ് ആ ജീവിതം തന്നെ അവസാനിപ്പിച്ച് കളഞ്ഞു. അതോടെ അച്ഛൻ രോഗിയായി. അന്ന് മനസ്സിൽ തീരുമാനിച്ചതാ നിന്നെ കൊല്ലണമെന്ന്. ചത്തുപോടാ നായേ. സ്റ്റീഫൻ്റെ മുഖവും വായും മൂടിക്കെട്ടി കൈയിലെയും കാലിലെയും സിരകൾ മുറിച്ചു വിട്ട് ജിനി തൻ്റെ ജോലി തീർത്തു. നേഴ്സായ അവൾ തൻ്റെ ചേച്ചി ചതിച്ചവനെ ഇല്ലായ്മ ചെയ്യാൻ പ്ലാൻ ചെയ്താണ് സ്റ്റീഫൻ്റെ അടുത്ത് ജോലിക്ക് വന്നത്. തെളിവൊന്നും അവശേഷിപ്പിക്കാതെ സ്റ്റീഫനെ കൊന്ന് തൻ്റെ പ്രതികാരം പൂർത്തീകരിച്ച സന്തോഷത്തോടെ അവൾ അവിടെ വിട്ടു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.